ഹലോ ഫ്രണ്ട്സ്, ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു എങ്ങനെയാണ് റൊമാനിയയിൽ നിന്ന് പോളണ്ടിലെത്തിയെന്നൊക്കെ ചോദിച്ചിട്ട്. അതേപോലെ നാട്ടിൽ നിന്ന് പോളണ്ടിൽ എത്താനായിട്ട് എടുത്തിട്ടുള്ള ഒരു പ്രൊസീജിയർ എന്തൊക്കെയാണ്, എത്രത്തോളം എഫേർട്ട് എടുത്തു എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ വീഡിയോസൊന്നും ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല, കാരണം വർക്കിൻ്റെ തിരക്കൊക്കെ കാരണം വീഡിയോ ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുള്ളായിട്ട് കാണുക. നാട്ടിൽ നിന്ന് യൂറോപ്പിൽ എത്താനായിട്ട് ആഗ്രഹിക്കുന്നവരോട് 2-3 വഴികളാണ് അതിനുള്ളൂ. ഒന്നില്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസ, അതല്ലെങ്കിൽ സ്കിൽഡായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് വേണം. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ സീസണൽ വിസ, അതുപോലെ അങ്ങനെയുള്ള എന്തെങ്കിലും മാർഗത്തിലൂടെ നമുക്ക് കയറി വരാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ നമ്മൾ ടോപ്പ് കൺട്രീസൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ യൂറോപ്പിൽ എത്താൻ പറ്റിയെന്നൊന്നും വരുന്നില്ല. റൊമാനിയ, അതേപോലെ ക്രൊയേഷ്യ, അതേപോലെ ലാറ്റ്വിയ, ഹംഗറി, അങ്ങനെയുള്ള കൺട്രീസൊക്കെ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ ഒരു എൻട്രി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആഗ്രഹമുള്ള കൺട്രീസിലേക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റും പെട്ടെന്ന്. ഞാൻ വെൽഡറായിരുന്നു, അതുകൊണ്ട് അതേപോലെ ഞാൻ വെൽഡിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സാധാ നാട്ടിൽ നമുക്ക് വെൽഡിങ് അറിയാത്രയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പോളണ്ട്, അതേപോലെ ജർമ്മനി പോലെയുള്ള കൺട്രീസിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി പഠിച്ച് നമുക്ക് നല്ല എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വേണം. റൊമാനിയ പോലുള്ള കൺട്രീസിലൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ല. ജസ്റ്റ് നമ്മുടെ നാട്ടിലെ നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനത്തിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മതി, പഠിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ അതുപോലെ നിങ്ങൾ ഏത് മേഖലയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ജസ്റ്റ് ഒരു വർക്ക് ചെയ്തു എന്നുള്ള എൻ്റെ ഒരു വർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മാത്രം മതിയാവും. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചോദിക്കില്ല. ഞാനങ്ങനെ റൊമാനിയയിലെത്തി. അതിനുശേഷം ഒരു 5 മാസം റൊമാനിയയിൽ വർക്ക് ചെയ്തുള്ളൂ. അതിനുശേഷം എനിക്ക് പോളണ്ടിലേക്ക് വരാനൊരു ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ പോളണ്ടിലെത്തി. ഇപ്പോൾ പോളണ്ടിൽ ക്രാക്കോ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അൻസ്വെയർ എന്ന് പറഞ്ഞ ഒരു വെയർ ഹൗസാണ്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന അൻസ്വെയർ എന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ്. അത് നമ്മുടെ ആമസോണൊക്കെ പോലത്തെ ഒരു കമ്പനിയാണ്. അത്യാവശ്യം നമുക്ക് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. നല്ലൊരു കമ്പനിയാണ്. അതേപോലെ നാട്ടിൽ നിന്ന് വരാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾക്ക് ഏത് രീതിയിലൊക്കെ കയറി വരാനായിട്ട് അത് പലർക്കും പല ഇതായിരിക്കും. കാരണം ഞാൻ പറയാം, ചിലവർ സ്റ്റുഡൻ്റായി കയറി വരാൻ പറ്റുന്നവരുണ്ടാവും. അതേപോലെ സ്കിൽഡായിട്ട് ഉള്ളൊരു മേഖലയിൽ വരാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യുക. അതേപോലെ അതും പറ്റാത്തവരാണെങ്കിൽ സീസണൽ വിസയിലൊക്കെ കയറി വരാൻ ശ്രമിക്കുക. ഇവിടെ എത്തിപ്പെട്ടതിന് ശേഷം നമുക്ക് ഒരുപാട് സാധ്യതകൾ കൂടുതലാണ്. വീഡിയോ എടുക്കാനായി നല്ല ബുദ്ധിമുട്ടുണ്ട്, നല്ല തണുപ്പുണ്ട്. അതുപോലെ ഫോൺ ഇങ്ങനെ പിടിക്കുമ്പോൾ സെൽഫി സ്റ്റിക്കൊന്നുമല്ല, എൻ്റെ കൈ കൊണ്ട് പിടിച്ചു, കൈ നന്നായി മരവിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ. അതേപോലെ നമ്മൾ കൊടുത്താൽ പെട്ടെന്നൊന്നും നമുക്ക് കയറി വരാൻ പറ്റില്ല. പറയാൻ കാരണം, നമ്മൾ അപ്ലൈ ചെയ്ത് ഇട്ട് നമുക്ക് ഒരു 1 ഇയർ ഞാൻ വെയിറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് റൊമാനിയയിൽ എത്താൻ പറ്റിയത്. റൊമാനിയയിൽ ഒരു 5 മാസം വർക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ പോളണ്ടിലെത്തിയത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരും, കുറേ എഫേർട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക, പരമാവധി ഒരുപാട് ട്രൈ ചെയ്താലേ കാര്യങ്ങൾ നടക്കുള്ളൂ. നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയച്ച് ചോദിക്കണം, കമൻ്റ് ഇടണം. അതുപോലെ കൂടുതൽ വീഡിയോസ് ഇതേപോലെ ഒഴിവ് കിട്ടുന്ന സമയത്ത് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ അടുത്ത വീഡിയോയിൽ കാണാം. അതുപോലെ നിലവിൽ ഷെങ്കൻ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആളുകളോ അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസോ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പറ്റാവുന്ന ഹെൽപ്പ്, നമുക്കറിയാവുന്ന വേക്കൻസികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അവരാക്കി കൊടുക്കാൻ പറ്റും. പിന്നെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് പരമാവധി ഇൻസ്റ്റഗ്രാമിൻ്റെ ID ഞാൻ കൊടുക്കാം. അപ്പോൾ പറ്റാവുന്നവർ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. അതൊക്കെ തന്നെ. പിന്നെ കൂടുതൽ
അറിയാവുന്ന ഇൻഫർമേഷൻസ് കൂടുതൽ വീഡിയോസായിട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും വീഡിയോസ് മുഴുവനായിട്ട് കാണുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. എനിക്ക് പറ്റാവുന്ന എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്ന സെയിം കമ്പനിയിൽ ഞാൻ എത്തിച്ചിട്ടുണ്ട്. ഞാൻ വന്ന ഏജൻസി വഴി വന്ന ഫ്രണ്ട്സിനെ അവരിപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അതുപോലെ നമ്മളെ കോണ്ടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റാവുന്ന ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ അവിടെ എത്തിയിട്ട് അധികം നാളായിട്ടില്ല. ഞാൻ ഇപ്പോൾ യൂറോപ്പിലെത്തിയിട്ട് 1 year ആവുന്നുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ നാട്ടിലെ കൂട്ടുകാരും അതുപോലെയുള്ള ഒരു കണക്ഷൻസ് വെച്ചിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക. അടുത്ത വീഡിയോസിനൊക്കെ വെയിറ്റ് ചെയ്യുക. നല്ല നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ പാസ്പോർട്ട് റിന്യൂവലിൻ്റെ കാര്യം കുറച്ച് പേരൊക്കെ ചോദിച്ചിരുന്നു. എൻ്റെ പാസ്പോർട്ട് പോളണ്ടിലാണ് റിന്യൂ ചെയ്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അടുത്തായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒരുപാട് പേർക്ക് ഡൗട്ടുള്ളതാണ്. എനിക്കടക്കം അത് ഡൗട്ടുണ്ടായിരുന്നു. കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വീഡിയോസിനൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.